ഹലോ എല്ലാവർക്കും സൈക്കോസ്പെഷ്യലിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വൈകുന്നേരമാണ്. രാവിലെ ഞങ്ങള് കുറച്ച് തണ്ണിമത്ത എടുത്ത് കഴിച്ചു. അപ്പൊ അതിന്റെ ബാക്കി ഇന്ന് അത് ജ്യൂസ് അടിക്കാനായിട്ട് പോയി. അച്ഛൻ വീട്ടിൽ വന്ന കയറിയപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കഴിഞ്ഞ് ഇന്നലെ വാങ്ങിച്ച തണ്ണിമത്തൻ അമ്മ വീഴുന്ന കണ്ടു. അങ്ങനെ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ കണ്ടു. തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അരിഞ്ഞ തണ്ണിമത്തം എല്ലാം കൂടെ എടുത്ത് നമ്മളെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ജ്യൂസായി ഗായ്സ്. അങ്ങനെ ജ്യൂസ് അടിച്ച ജ്യൂസ് ഇല്ല, നല്ല മധുരമുണ്ട്. പഞ്ചസാര ആവശ്യമില്ല. കുടിച്ചു ഗായ്സ്. മിനുട്ടി ജ്യൂസ് കുടിച്ചു ഗായ്സ്. എങ്ങനെയുണ്ട്? സൂപ്പർ. യെസ്, ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ ചൂട് കാലത്ത് കുടിക്കാം അല്ലേ മിനുട്ടി? കൂട്ടുകാരെ, അങ്ങനെ വൈകുന്നേരം വാവച്ചി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാണ് കേട്ടോ. വയ്യെങ്കിലും ഞാനീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വൃത്തിയാക്കുന്നു. ഇത് നോക്കിയാണ് ഭയങ്കര സെറ്റപ്പിലൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നു. എന്തൊരു പാടാവുമെന്ന്. മീനുട്ടിക്ക് അവിടെ നിന്ന് ഒരു കൊച്ചങ്ങ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മീനുട്ടി കൊച്ചങ്ങയും കൊണ്ട് നടക്കുകയാണ്. ഇതാണ് ചെറിയ തേങ്ങയാണ് മീനുട്ടിയിലെ. അത് നല്ലത് തന്നെ, സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതിയേ. കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ചിലപ്പോൾ തേങ്ങയ്ക്കൊക്കെ വീട്ടിൽ ആവശ്യം വരും. അപ്പോൾ ഇതിനെ എടുത്താൽ മതി. തേങ്ങയും വലുതാവും. നീയും വലുതാവുമ്പോൾ ഈ കൊച്ചങ്ങ വലുതായി തേങ്ങയാവും. അപ്പോൾ ഇതാ നമ്മൾ ഓരോ ഗ്ലാസ് കട്ടനും ഇട്ടു മിച്ചറുമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പം മീനുകുട്ടിക്ക് ആ കട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ 2 കവർ ആട്ട. ഇത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയതല്ല, ഇത് ചേട്ടൻ ഒരാൾ കൊടുത്തതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓട്ടം പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വല്ലതും സഹായിക്കും. മീനുകുട്ടിക്ക് ഇടയ്ക്ക് ബിസ്ക്കറ്റ്, മിച്ചറ്, മുട്ടായി അങ്ങനെയൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. അതുകൊണ്ട് അല്ലേ മീനു? ചേട്ടൻ വന്നപ്പോൾ കുറച്ച് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള മലക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചു. സോയാബീൻ വാങ്ങിച്ച്, അണ്ടിപ്പരിപ്പ്, മുന്തിരി പാക്കറ്റുള്ളത്, ബീൻസ്, ക്യാരറ്റ്, അങ്ങനെ സവാള അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ ബിരിയാണി അരി ഇതൊക്കെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റാൻഡൊക്കെ കഴുകിയെടുത്ത് അതിനെ ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ, എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ അവിടെ നിന്ന് മുട്ടക്കാവിൽ നിന്ന് വന്നപ്പോൾ അവിടെ അടിച്ചിരുന്നൊരു പലവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഡൈനിങ് ടേബിൾ കണക്ക് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് ഇവിടെ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ അടുക്കള, ഇതാണ് അടുക്കള. വിറകടുപ്പ് വയ്ക്കുന്ന, ചോറൊക്കെ വയ്ക്കുന്ന അടുക്കളയാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നമ്മളിതാ ഇത് ടേബിൾ കണക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഒതുങ്ങി ഹാളിൽ പോവാതെ ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാമല്ലോ. കൂട്ടുകാരെ, അങ്ങനെ നോക്കിയപ്പോൾ രാവിലത്തെ ബാലൻസ് ഇരുന്ന മാവ് എടുത്തോണ്ട് നമ്മുടെ ബാവച്ചി കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ മീനൂട്ടിക്ക് അപ്പം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വെക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇളവണില്ലെന്ന് അമ്മ വാവച്ചി എണ്ണ തേക്കാൻ മറന്നു എന്നാണ് പറയണത്. ഞാൻ അത് എന്തായിരുന്നു ഇളക്കുന്നുണ്ട് കേട്ടാ. മീനുകുട്ടിക്ക് ഒരു ബുൾസ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീനുകുട്ടിക്ക് മാത്രമായിട്ട് ഒരു ബുൾസ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവൾക്ക് ദോശ തിന്നാൻ ഒരു ബുൾസ കൂടി ഉണ്ടാക്കി കൊടുക്കണേ, അപ്പം തിന്നാൻ ഒരു ബുൾസ കൂടി ഉണ്ടാക്കി കൊടുക്കണേ അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ ബുൾസയും ഉണ്ടാക്കുകയാണ്. ബുൾസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ പാത്രം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മീനുകുട്ടി. അങ്ങനെ ചേട്ടാ മീനുകുട്ടിക്ക് ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ മീനുകുട്ടി പുതിയ ഡൈനിങ് ടേബിളിൽ ആദ്യം അവള് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവള് വന്നിരിക്കുന്നത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അപ്പം ഇനി ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ എടുത്ത് ചേട്ടൻ വന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ തക്കാളി, തേങ്ങ, ചെറിയ ഉള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നൊന്ന് വെറൈറ്റി പുളിയും കൂടി, ഒരു കഷ്ണം പുളിയും ബാക്കി കുറച്ച് തേങ്ങയും കൂടെ എടുത്ത്
ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഇത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ, കുറച്ച് മതി, നല്ല എരിവുള്ള മുളകാണത്. പിന്നെ ഉപ്പ് ഇതിൽ പോണിൽ കുറച്ച് ഉപ്പ് എടുത്തിടണം കേട്ടോ. ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. അപ്പൊ ചോറിനോട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടത്. അപ്പൊ നമ്മുടെ ചമ്മന്തിയും ചോറും ചേട്ടൻ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്നു. മീനും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ. എങ്ങനെയുണ്ട്? സൂപ്പർ. അങ്ങനെ കൂട്ടുകാരെ, നാളത്തേക്ക് ദോശയ്ക്കുള്ള മാവൊക്കെ ആട്ടി വെച്ചു കേട്ടോ. ഞാനാണ് ആട്ടി വെച്ചത്, അവര് പോയി. കൂട്ടുകാരെ, ഇങ്ങനെ രാത്രി ഒരു കട്ടൻ കുടിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇത്ര നേരം ഫേസ് ചെയ്യാൻ കാണിക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ക്ലീനായി ഒന്ന് ഷേപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.